ഇവിടെ ഇന്നത്തെ വിഷയം സ്വർഗമാണ്. ഇന്നത്തെ വിഷയം സ്വർഗം എത്ര ആനന്ദകരമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാത്രിയിൽ വേഗം വിഷയത്തിൽ കിടക്കട്ടു. മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹ് ഏഴാകാശങ്ങളും കയറിപ്പോയല്ലോ. നരകവും സ്വർഗവുമെല്ലാം കണ്ട് രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിൽ പോയി അള്ളാഹുവിനെയും കണ്ട് തിരിച്ചു വന്നല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വർഗം പുണ്യനബി തന്നെ വിശദീകരിച്ചു തരികയാണ്. സിറാത്ത് പാലം ലോകാവസാനമാകുമ്പോ നമുക്കൊക്കെ കടക്കാനുള്ള ഒരു രംഗമാണല്ലോ, അത് കടന്നു വരാനുള്ള രംഗം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ആ സിറാത്ത് പാലമാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹുവേ, ആ പാലത്തിലൂടെ കടന്നു പോകാൻ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ കടന്നു പോകുന്ന പോലെ കടന്നു പോകാൻ പടച്ച റബ്ബേ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ എന്നാണ് ആ ചെയ്യുന്ന ദുആയുടെ അർത്ഥമെന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് സിറാത്ത് പാലമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം എവിടെയാണ്, സ്വർഗം എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുണ്യനബിയാ പറഞ്ഞു തരുന്നത്. ചൊവ്വ ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം ദൂരെയാണ്, ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ്, ഇതൊക്കെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരാരും കാണാത്ത ലോകമാണ് സ്വർഗം. ആ സ്വർഗം എവിടെയാണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വർഗമുള്ളത് സിറാത്ത് പാലത്തിന് പുറത്താണത്രേ. മഹ്ശറയിൽ വന്നാൽ മഹ്ശറ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടതാണ്. മഹ്ശറ എവിടെയാണ്? അല്ലാഹു അഅലം. പല വ്യാഖ്യാനങ്ങളും മഹാന്മാർ പറയുന്നുണ്ട്. ഏതായാലും അതാ മഹ്ശറയിൽ നിന്ന് ഒരു പാലം നാട്ടപ്പെടുകയായി സ്വർഗത്തിലേക്ക്. ആ പാലം നരകത്തിന് മുകളിലൂടെയായിരിക്കും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സിറാത്ത് പാലം അങ്ങ് കടന്നു ചെന്നാൽ ഇന്ന മിൻ വറാഇ സിറാത്തി സഹറ, സിറാത്ത് പാലം അങ്ങ് കടന്നു കഴിഞ്ഞാൽ 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം, 1000 കൊല്ലം സമതലം. ഇതാണല്ലോ സിറാത്ത് പാലത്തിന്റെ സ്ഥിതി. ഇതങ്ങ് കടന്നൊരു മനുഷ്യൻ അങ്ങ് കടന്നു കഴിഞ്ഞാൽ, ആ സിറാത്ത് പാലം കഴിഞ്ഞാൽ പിന്നെ വിശാലമായ മൈതാനമാണത്രേ, വിശാലമായ സ്ഥലമാണത്രേ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഫീഹാ അശ്ജാറുൻ തയ്യിബ, ആ സ്ഥലത്ത് നല്ല നല്ല വൃക്ഷങ്ങളുണ്ട്. തഹത കുല്ലി ഷജറത്തിൻ ഐനാമാഇൻ, ഓരോ വൃക്ഷത്തിന് ചുവട്ടിലും 2 അരുവികളുണ്ടത്രേ. ഇൻഫജറത മിനൽ ജന്ന, ആ 2 അരുവികളും സ്വർഗത്തിൽ നിന്ന് ഒഴുകി വരുന്നതാ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ നിന്ന് വെളിയിലേക്ക് ഒഴുകുന്ന 2 അരുവികളുണ്ട്. അങ്ങനെ ഏതാ ഒന്ന് എല്ലാ മരത്തിന്റെ ചുവട്ടിലൂടെയും ടച്ച് ചെയ്താണ് ഈ പുഴ ഒഴുകിപ്പോകുന്നത്, ഈ നദി ഒഴുകിപ്പോകുന്നത്. ഒന്ന് ഓരോ വൃക്ഷത്തിന്റെയും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി 2 പുഴകളുണ്ടത്രേ. ഫൈദാ ശരിബൂ മിൻ വാഹിദിൻ, അങ്ങനെ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആളുകൾ ഈ ഭാഗത്തെത്തിയാൽ ഇതിൽ ഒരു അരുവിയിൽ നിന്നവർ വെള്ളം മോന്തി കുടിക്കുന്നതാണ്. ഫൈദാ ബലഗൽ മാഉ ഇലാ സുദൂരിഹിം, അതിലെ വെള്ളം അവരുടെ നെഞ്ചിലേക്ക് എത്തിയാൽ ഖറജ കുല്ലു മാ കാന ഫീഹാ മിൻ ഇല്ലിൻ വഅശ്ശിൻ വഹസദിൻ വഫസാദിൻ വദാഇൻ വബൗൽ, മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ മ്ലേച്ഛ വസ്തുക്കളും പുറത്തേക്ക് പോകുന്നതാണ്. പുറത്തേക്ക് പോകും. ആ വെള്ളത്തിൽ നിന്നൊരാൾ കുടിച്ചാൽ, ആ ഒഴുകി വരുന്ന 2 നദികളിൽ നിന്ന് ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അകത്തളത്തിലുള്ള എല്ലാ മ്ലേച്ഛത്തരങ്ങളും പുറത്തേക്ക് വരും. ഏതെല്ലാം? എല്ലാ മോശത്തരങ്ങളും, അസൂയയും പുറത്തേക്ക് പോകുമത്രേ. എല്ലാ തിന്മകളും പുറത്തേക്ക് പോകുന്നതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത
മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ കിബർ, ഒരണുമണി തൂക്കം കിബറുള്ള ആൾക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാ ആളുകളെയും പരമപരിശുദ്ധരാക്കുകയാണ്. ഈ വെള്ളം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുന്നതോടുകൂടെ ആന്തരികമായുള്ള എല്ലാ തിന്മകളും എല്ലാ മോശത്തരങ്ങളും പുറംതള്ളപ്പെടുകയായി. വമിനൽ ഉഖറ, മറ്റൊരു നദി കൂടെയുണ്ട്. ആ നദിയിൽ ഇറങ്ങിയിട്ട് യഗ്തസിലൂൻ, ആളുകൾ കുളിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നോക്കൂ നിങ്ങൾ, പാനം ചെയ്യുകയാണ്, വൃത്തിയാവുകയാണ്. വവുജൂഹുഹും കൽ ഖമർ, അതവർ കുളിച്ചു കഴിയുന്നതോടുകൂടെ വുജൂഹുഹും കൽ ഖമർ, സ്വർഗത്തിലേക്കായി സ്വറാത്തു പാലം കടന്നു ചെല്ലുന്ന ആളുകളുടെ മുഖം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ ഇരിക്കും. മാത്രമല്ല അവരുടെ ശരീരങ്ങളും ഖൽബുകളും സുഗന്ധം വാസനിക്കുന്നുണ്ടാകും. അജ്സാദുഹും കൽ മിസ്കി, അവരുടെ ശരീരങ്ങൾ കസ്തൂരിയുടെ ഗന്ധമായിരിക്കും അവരുടെ ശരീരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എങ്ങോട്ടാ പോകുന്നത്? സ്വർഗത്തിലേക്കാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രംഗമാ പുണ്യനബി പഠിപ്പിക്കുന്നത്. ഈ രണ്ട് നദികളിൽ ഒരു നദിയിൽ നിന്ന് ജലം കുടിക്കും, മറ്റേ നദിയിൽ നിന്ന് കുളിക്കും. കുളിക്കുന്നതോടുകൂടെ ആളാകെ മാറുകയായി, ഏറ്റവും സുന്ദരനായി, സുഗന്ധം ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നു. ആ രീതിയിലാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവരങ്ങ് നടന്നെടുക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടം അടഞ്ഞു കിടക്കുന്നത് അവർ കാണുക. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആൾ. പുണ്യനബിയുടെ കയ്യിലാ കലീദ ദറജന്നത്ത് ദർഹസ്ത മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോലുണ്ടാവുക. ആ താക്കോല് കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമെന്ന് തുറക്കുകയാണ്. അതോടുകൂടെയാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കടന്നു തുടങ്ങുകയായി. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, ആ സമയത്തതാ സ്വർഗം ആളുകൾ കൺമുമ്പിൽ കാണാൻ തുടങ്ങുമത്രേ. ആ സമയത്ത് കാണുന്ന രംഗം എന്താ റസൂലുള്ള പറയുന്നത്? സ്വർഗത്തിന്റെ കവാടത്തിന്റെ വട്ടക്കണ്ണികൾ, അതിന്റെ വട്ടക്കണ്ണികൾ യാഖൂതത്തുൻ ഹംറാ, ചുവന്ന യാഖൂത്താണ്, മാണിക്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ ശ്രദ്ധിക്കണം, വേഗം വേഗം പറഞ്ഞു കടന്നു പോകും. സ്വർഗത്തിന്റെ കവാടത്തിന്റെ വട്ടക്കണ്ണികൾ അത് മാണിക്യമാണ്, ചുവന്ന മാണിക്യമാണ്. മാത്രമല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് 1000 കൊല്ലത്തെ വഴി ദൂരം മുമ്പേ സ്വർഗത്തിന്റെ പരിമളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ സ്വലാത്ത് ചൊല്ലണേ.